ഹരേ കൃഷ്ണ. ജഡഭരതൻ വിഷ്ണു പുരാണത്തിൽ വളരെ ചിന്തനീയമായ ഒരു കഥയാണ് ഋഷഭദേവൻ്റെ മൂത്ത പുത്രനായ ഭരതനെക്കുറിച്ചുള്ളത്. ഭരതനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ പുനർജന്മമായ ജഡഭരതനെക്കുറിച്ച് അധികമൊന്നും കേട്ടിരുന്നില്ല. സൂര്യവംശത്തിലാണ് ഭരതൻ ജനിച്ചത്. ഋഷഭൻ പ്രായമായപ്പോൾ അദ്ദേഹം തൻ്റെ രാജ്യഭരണം മൂത്തപുത്രനായ ഭരതനെ ഏൽപ്പിച്ച് തപസ്സിനായി വനത്തിലേക്ക് പോയി. അദ്ദേഹം ധർമാധിഷ്ഠിതമായി രാജ്യത്തെ വളരെ കാലം നയിച്ചു. ഗണ്ഡകി നദിയുടെ തീരത്തുള്ള ഋഷിവര്യന്മാരോടൊത്തുള്ള സഹവാസം അദ്ദേഹത്തെ ഒരു യോഗിയാക്കി. പ്രായമായപ്പോൾ തൻ്റെ അച്ഛൻ ചെയ്ത രീതിയെ അനുസ്മരിക്കും വിധം രാജ്യഭരണം തൻ്റെ 5 മക്കൾക്കുമായി വീതിച്ചു നൽകി വനത്തിലേക്ക് തപസ്സിനായി പോയി. ഒരിക്കൽ അദ്ദേഹം നദീതീരത്ത് സൂര്യഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നപ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻപേട കടുത്ത ദാഹത്താൽ അലഞ്ഞ് വെള്ളം കുടിക്കുവാനായി അവിടെ എത്തി. അമിത ദാഹത്താൽ അത് നദിയുടെ അരികിലെത്തിയപ്പോഴേക്കും കാതടുപ്പിക്കുന്ന ഗർജനവുമായി ഒരു സിംഹം അവിടെ പാഞ്ഞെത്തി. ഭയചകിതയായ മാൻപേട രക്ഷപ്പെടാൻ വേണ്ടി നദിയിലേക്ക് എടുത്തു ചാടി മറുകര ലക്ഷ്യമാക്കി നീന്തി. ഇതിനിടയിൽ മാൻപേട അതുപോലും അറിയാതെ ഒരു മാൻകുട്ടിക്ക് ജന്മം നൽകി. എന്നാൽ കരയിലെത്തിയപ്പോഴേക്കും മാൻപേട ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു. ഇത് കണ്ട രാജയോഗി നദിയിലിറങ്ങി അമ്മ നഷ്ടപ്പെട്ട മാൻകുട്ടിയെ എടുത്ത് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. ആശ്രമത്തിൽ പുല്ലും വെള്ളവും കൊടുത്ത് വന്യമൃഗങ്ങളെ അകറ്റി അദ്ദേഹം അതിനെ വളർത്തി. മാൻകുട്ടിയോടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം അഗാധമായി. പിരിഞ്ഞിരിക്കാൻ കഴിയാതെയായി. അതിന് ദോഷമായത് എന്തും അകറ്റുവാൻ വേണ്ടി അദ്ദേഹം ദിവസവും പ്രാർത്ഥിച്ചു. മാൻകുട്ടിയുടെ കാര്യത്തിൽ താൻ ഒരു യോഗിയാണെന്ന് പോലും അദ്ദേഹം മറന്നു. ഒരു സാധാരണ ഗൃഹസ്ഥൻ തൻ്റെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് ഒടുവിൽ അതേ ചിന്തയുമായി അദ്ദേഹം മരിച്ചു. അടുത്ത ജന്മത്തിൽ ഭരതൻ ഒരു മാനായിട്ടാണ് ജനിച്ചത്. മനുഷ്യൻ എന്തിനെക്കുറിച്ചാണോ മരണസമയത്ത് കൂടുതൽ ചിന്തിക്കുന്നത് അതായിരിക്കും അടുത്ത ജന്മത്തിൽ എന്നാണ് വേദം പറയുന്നത്. അതുകൊണ്ടാണ് മരണസമയത്ത് ദൈവചിന്തയായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് ബുദ്ധിമാന്മാർ നമ്മെ ഉപദേശിക്കുന്നത്. അടുത്ത ജന്മത്തിൽ ദൈവതുല്യരായി ജനിക്കാൻ ഇത് നമ്മെ ഉപകരിക്കും. തൻ്റെ മുൻ ജന്മത്തിലെ യോഗിയായ ജീവിതത്തിൻ്റെ മഹത്വം കൊണ്ട് മാൻകുട്ടിക്ക് അറിയാമായിരുന്നു മുൻ ജന്മത്തിൽ താൻ ആരായിരുന്നു എന്ന്. മുൻ ജന്മത്തിൽ തൻ്റെ തപശക്തി മറന്നുകൊണ്ട് വിഡ്ഢിത്തത്താൽ ഒരു മൃഗവുമായി തനിക്കുണ്ടായിരുന്ന അവാച്യമായ അടുപ്പമാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് മാൻകുട്ടി മനസ്സിലാക്കി. അടുത്ത ജന്മത്തിൽ ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെ മാൻകുട്ടി അമ്മയെ ഉപേക്ഷിച്ച് ഒരു ആശ്രമ പ്രാന്തത്തിൽ കുടിയേറി ദൈവചിന്തയുമായി ജീവിതം അവിടെ കഴിച്ചുകൂട്ടി. അടുത്ത ജന്മത്തിൽ ഈ മാൻ കടുത്ത ഈശ്വരവിശ്വാസിയായ ഒരു ബ്രാഹ്മണൻ്റെ മകനായാണ് ജനിച്ചത്. തൻ്റെ പൂർവ്വ തപസ്സും ചെയ്തുപോയ തെറ്റും കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ അവൻ കൂട്ടാക്കിയില്ല. അവൻ തൻ്റെ മാതാപിതാക്കളോട് പോലും അടുപ്പം കൂട്ടാക്കിയില്ല. ആരോടും സംസാരിക്കുക പോലും ചെയ്യാതായി. ഒന്നിനും കൊള്ളാത്തവൻ എന്ന അർത്ഥത്തിൽ ആളുകൾ അവനെ ജഡൻ എന്ന് വിളിക്കാൻ തുടങ്ങി. എങ്കിലും അവൻ്റെ അച്ഛൻ അവന് വേദങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഭരതൻ അപ്പോഴേക്കും ഒരു പൂർണ്ണ ജ്ഞാനിയായി മാറിയിരുന്നു. നല്ലതെന്നോ ചീത്തയെന്നോ ഇല്ലാതെ എന്ത് കിട്ടിയാലും കഴിക്കും. വസ്ത്രത്തിൽ പ്രത്യേക താല്പര്യമൊന്നുമില്ല. അവധൂതന്മാരെ പോലെ ചുറ്റി നടക്കും. നല്ല ഒത്ത ശരീരമുള്ള ഭരതനോട് ആരെന്ത് പറഞ്ഞാലും ചെയ്യും. ആളുകൾ വണ്ടി വലിക്കാനും ചുമടെടുക്കാനും അവനെ ഉപയോഗിച്ചു. ഒരിക്കൽ കുറച്ച് കൊള്ളക്കാർ ചേർന്ന് ഭരതനെ പിടിച്ചുകൊണ്ടുപോയി. കാളിക്ക് ബലി കൊടുക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഇതറിഞ്ഞിട്ട് പോലും ഭരതൻ അവരെ എതിർത്തില്ല. കൊള്ളസംഘത്തിൻ്റെ നേതാവ് വാൾ ഉയർത്തി ഭരതൻ്റെ തല അറുക്കാനോങ്ങിയപ്പോൾ കാളീദേവി തന്നെ പ്രത്യക്ഷപ്പെട്ട് വാൾ പിടിച്ചു വാങ്ങി കൊള്ളക്കാരുടെ തല അറുത്തിട്ട് നൃത്തം ചെയ്തു. പിന്നീടൊരിക്കൽ സൗരയിലെ രാജകിങ്കരന്മാർ ഭരതനെ പിടിച്ചുകൊണ്ടുപോയി. രാജ രഘുഗനയുടെ പല്ലക്ക് ചുമട്ടുകാരനായി നിർത്താനായിരുന്നു അത്. ഒരിക്കൽ അദ്ദേഹം ഇക്ഷുമതി നദീതീരത്തുള്ള കപില ആശ്രമത്തിലേക്ക് ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കുവാനുള്ള യാത്രയ്ക്ക് വേണ്ടി പല്ലക്ക് ചുമട്ടുകാരനായി ജഡഭരതനെ കൂടെ കൂട്ടി. ആത്മാവിനെക്കുറിച്ച് അറിവുള്ള ജ്ഞാനിയായ ഭരതൻ പല്ലക്ക് ചുമക്കുമ്പോൾ പോലും ഒരു കൃമിയെപ്പോലും നോവിക്കാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം വളരെ സാവധാനമാണ് നടന്നു നീങ്ങിയത്. വേഗത്തിൽ നടന്നു നീങ്ങിക്കൊണ്ടിരുന്ന മറ്റ് 3 ചുവട്ടുകാർക്കൊപ്പം എത്താൻ ഭരതനായില്ല.
ഭരതൻ്റെ നടത്തം പല്ലക്ക് വേഗം കുറച്ചു. പ്രാണികൾക്ക് പോലും നോവാതെയുള്ള ഭരതൻ്റെ നടത്തം പല്ലക്കിനെ ആട്ടി ഉലച്ചു. രാജാവിന് ദേഷ്യം വന്നു. അദ്ദേഹം ഭരതനെ ശകാരിക്കുകയും തല്ലുകയും ചെയ്തു. എന്നിട്ടും ഭരതനൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. രാജാവ് കാര്യം അന്വേഷിച്ചു. ഭരതൻ യാതൊരു ഭാവഭേദവുമില്ലാതെ രാജാവിനോടായി പറഞ്ഞു, ഞാനും നിങ്ങളും ആരാണ്? നിങ്ങൾ കാണുന്നത് എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെ മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരമല്ല. അതുപോലെ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരമല്ല. നമ്മുടെ ആത്മാവാണ് യഥാർത്ഥ ഞാൻ. എൻ്റെ ആത്മാവ് തളർന്നതോ ശക്തിമത്തോ അല്ല. അത് നിങ്ങളുടെ പല്ലക്ക് ചുമക്കുകയും ചെയ്യുന്നില്ല. ഭരതൻ്റെ വാക്കുകൾ കേട്ട് രാജാവ് സ്തബ്ധനായിപ്പോയി. അദ്ദേഹം പല്ലക്കിൽ നിന്ന് ചാടിയിറങ്ങി ഭരതൻ്റെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. ജഡഭരതൻ ആത്മാവിൻ്റെ സത്യത്തെക്കുറിച്ച് രാജാവിന് പറഞ്ഞു കൊടുത്തു. ആത്മാവിനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പലായനം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ജീവാത്മ. കൂടാതെ പരമാത്മാവുമുണ്ട്. അത് ദൈവത്തെ പോലെയാണ്, എല്ലായിടവുമുണ്ട്. അതായത് ജീവാത്മാ എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ പരിചാരകനെ പോലെയാണ്. ഇതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. ജഡഭരതൻ രാജാവിന് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. ജഡഭരതനെക്കുറിച്ചുള്ള എൻ്റെ ഈ ചെറിയ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.